Welcome to the third part of thermodynamics. Last class work done during a quasi-static process start ചെയ്തു അല്ലേ? Okay, and one of the quasi-static process ആയിട്ടുള്ള isothermal processലെ work done നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ ആദ്യമായി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് work done during an adiabatic process. എന്താണ് ഒരു adiabatic process? ഒരു adiabatic processന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഒരു അഡിയാബാറ്റിക് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് സിസ്റ്റത്തിലേക്ക് ഹീറ്റ് എൻ്റർ ചെയ്യുകയോ സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് ലീവ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അതായത് നെറ്റ് ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദ സിസ്റ്റം എന്തായിരിക്കും എപ്പോഴും 0 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ അത്തരം പ്രോസസ്സുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡിയാബാറ്റിക് പ്രോസസ്സ്. പിന്നെ അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സഡൻ ആയിട്ടുള്ള പ്രോസസ്സായിരിക്കും അല്ലേ? ടയർ ബേസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം സഡൻ പ്രോസസ്സുകളെയാണ് നമ്മൾ അഡിയാബാറ്റിക് പ്രോസസ്സായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ഇന്ന് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ അഡിയാബാറ്റിക് പ്രോസസ്സ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഒരു ഗേഷ്യസ് സിസ്റ്റമാണ്. ഈ ഒരു ഗേഷ്യസ് സിസ്റ്റം അഡിയാബാറ്റിക് പ്രോസസ്സ് അണ്ടർഗോ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ അഡിയാബാറ്റിക് പ്രോസസ്സ് അണ്ടർഗോ ചെയ്യുന്ന സമയത്ത് ഈ ഗേഷ്യസ് സിസ്റ്റത്തിൻ്റെ വോളിയം ഇനീഷ്യൽ വോളിയം ആയിട്ടുണ്ടായിരുന്ന V1 നിന്ന് ഫൈനൽ വോളിയം ആയിട്ടുള്ള V2 മാറുന്നു. Okay, so consider a gaseous system which undergoes an adiabatic process. Let the initial volume be V1 and final volume V2. അങ്ങനെയാണെങ്കിൽ what will be the work done by the system? നമുക്കറിയാം വർക്ക് ഡൺ കാണാനുള്ള ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ഈക്വൽ ടു ഇൻ്റഗ്രൽ V1 to V2 P dV. ശരിയാണല്ലോ. ഇനി ഒരു അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ എന്താണ് അതിൻ്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്? ഫോർ അഡിയാബാറ്റിക് പ്രോസസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്തായിരുന്നു? PV റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ആ കോൺസ്റ്റൻറ്റ് ഞാൻ K എന്ന് വെച്ച് മാർക്ക് ചെയ്യുന്നു. ഇനി ഗാമ എന്തായിരുന്നു? ഇറ്റ് ഈസ് എ റേഷ്യോ അല്ലെ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസിൻ്റെ റേഷ്യോ ആണ്. CP/CV ആണ് എന്ത്? ഗാമ. അപ്പം മോണോ ആറ്റോമിക് ആവുന്ന സമയത്ത് ഗാമേൻ്റെ വാല്യൂ ഒന്നുണ്ടായിരിക്കും. ഡയറ്റോമിക് ഗ്യാസുകളാവുന്ന സമയത്ത് ഗാമേൻ്റെ വാല്യൂ വേറെ ആയിരിക്കും. അപ്പം ഗാമ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഗ്യാസ് ഒരു ഗ്യാഷ്യസ് സിസ്റ്റം വി ഹാവ് ടേക്കൺ. അത് മോണോറ്റോമിക് ആണോ ഡയറ്റോമിക് ആണോ അതിനനുസരിച്ച് ഗാമേൻ്റെ വാല്യൂ എന്ത് ചെയ്യും? മാറും. അപ്പം PV റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ളതാണ് ഒരു അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു വോളിയമാണ്. അപ്പം ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ എല്ലാ ടേമിനും വോളിയം ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. സോ ഈ പ്രഷറിന് പകരം ഞാൻ വോളിയത്തിൻ്റെ ടേമിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഫ്രം ദിസ് ഇക്വേഷൻ ഐ ക്യാൻ റൈറ്റ് P equal to constant K divided by V raised to gamma. Like cross multiply. So substitute this value in this equation W. So W, that work done, W equal to integral V1 to V2 P ki പകരം നോക്കുക K by V raised to gamma into dV. K കോൺസ്റ്റന്റ് ആണല്ലോ. സോ K ഞാൻ ഇൻ്റഗ്രേഷന് പുറത്തേക്ക് എടുത്തു. സോ K ഇൻറ്റു ഇൻ്റഗ്രൽ V1 to V2. ഇനി ഇവിടെ V റേസ് ടു ഗാമ ഡിനോമിനേറ്ററിലാണ്. അപ്പം ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ എന്താവും? V റേസ് ടു മൈനസ് ഗാമ. സോ അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ ദിസ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു ഇൻ്റഗ്രൽ V1 to V2 V റേസ് ടു മൈനസ് ഗാമ dV. ഓക്കെ, നൗ ഇൻ്റഗ്രേറ്റ് ദിസ് ഇക്വേഷൻ. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ റിസൾട്ട് കിട്ടുക? ഇവിടെ പവർ എത്രയാ? മൈനസ് ഗാമയല്ലേ പവർ അല്ലേ? അപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം മൈനസ് ഗാമ പ്ലസ് 1 വരും അല്ലേ? സോ W equal to K into V raised to minus gamma plus 1 divided by minus gamma plus 1. ഇനി ലിമിറ്റ് കൊടുക്കണ്ടേ? യെസ്, ലോവർ ലിമിറ്റ് V1, അപ്പർ ലിമിറ്റ് V2. സോ ഈ ഒരു റിലേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് വർക്ക് ഡൺ W equal to K into V raised to minus gamma plus 1 divided by minus gamma plus 1, ലോവർ ലിമിറ്റ് V1, അപ്പർ ലിമിറ്റ് V2. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഇക്വേഷനിലെ ഡിനോമിനേറ്റർ നോക്കിയേ, മൈനസ് ഗാമ പ്ലസ് 1, അതൊരു കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഇതിനെ എനിക്ക് വേണമെങ്കിൽ 1 മൈനസ് ഗാമ എന്ന് എഴുതാമല്ലോ അല്ലേ? ഞാൻ ഈ ഒരു ടേമിനും കൂടെ ഞാൻ കോമൺ ആയിട്ട് ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുക്കും. എന്നിട്ട് ഞാൻ ലിമിറ്റ് അപ്ലൈ ആണ്. സോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ദിസ് ഇക്വേഷൻ ബിക്കം W ഈക്വൽ ടു K ഡിവൈഡഡ് ബൈ 1 മൈനസ് ഗാമ ഇൻറ്റു അപ്പർ ലിമിറ്റ് V2 അല്ലേ? സോ V2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 മൈനസ് V1 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1. ക്ലിയർ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഞാൻ ആ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള Kനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ W ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഗാമ ഇൻറ്റു K ഇൻറ്റു V2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 മൈനസ് K ഇൻറ്റു V1 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1. ഇവിടെ ഞാൻ K എന്തിനാണ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ സമയത്ത് നമുക്കറിയാം പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എല്ലാം മാറാം. ശരിയല്ലേ? അപ്പം ഇത് ഫൈനൽ വോളിയമാണ്.
ഇപ്പോൾ ഫൈനൽ വോളിയം ആണെങ്കിൽ എനിക്കറിയാം അഡാബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പി വി റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻ്റ്. അപ്പം വോളിയം V2 ആവുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ P2 ആണെങ്കിൽ എനിക്ക് എഴുതാം P2 V2 റേസ് ടു ഗാമ ഈസ് ആൾസോ എ കോൺസ്റ്റൻറ്റ്. അത് ആ സെയിം കോൺസ്റ്റൻറ്റ് തന്നെയായിരിക്കും. അതേപോലെ ഇനീഷ്യൽ വോളിയം V1 ആയതുകൊണ്ട് V1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ സമയത്തുള്ള പ്രഷർ P1 ആണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? K ഈക്വൽ ടു P1 V1 റേസ് ടു ഗാമ എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഈ ഒരു ഇക്വേഷനെ ഞാൻ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ Kനെ കൊണ്ട് ഇക്വേഷനിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ബ്രാക്കറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി ഞാൻ ഈ പറഞ്ഞ വാല്യൂസ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ W ഈക്വൽ ടു 1/1 മൈനസ് ഗാമ. ഈ ഒരു സിറ്റുവേഷനിൽ V2 വോളിയം ആയപ്പം ഞാൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് Kൻ്റെ വാല്യൂ കൊടുത്തു നോക്കി, P2 V2 റേസ് ടു ഗാമ. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഫോർ അഡയാബാറ്റിക് പ്രോസസ് വെച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതേപോലെ ഇൻറ്റു ഈ ഒരു ടേം V2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 മൈനസ് ഇവിടെ നോക്കിയേ, ഇവിടെ ഇനീഷ്യൽ വോളിയം V1 ആണ്. അപ്പോൾ ആ സമയത്തുള്ള പ്രഷർ P1 ആണെങ്കിൽ കേക്ക് എങ്ങനെ കൊടുക്കാം? P1 V1 റേസ് ടു ഗാമ ഇൻറ്റു V1 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 കൊടുത്തൂടെ? ഇത് മാത്രമാണ് K. അപ്പം K എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. വോളിയം മാറുന്നതിനനുസരിച്ച് പ്രഷറിലും ചേഞ്ച് ഉണ്ടാവും. പക്ഷേ പ്രഷർ ഇൻറ്റു വോളിയം റേസ് ടു ഗാമ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ആ രണ്ട് സിറ്റുവേഷനിലും ഞാൻ എന്ത് ചെയ്തു? അതിനനുസരിച്ച് Kൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇവിടെ നോക്കുക, V2 ടേമുകളും ഇവിടെ V1 ടേമുകളും നോക്കുക. ഇവിടെ V2 റേസ് ടു ഗാമ, ഇത് V2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1. ഓക്കെ, അപ്പം ഇതിനെനിക്ക് കോമൺ ആയിട്ട് എങ്ങനെ എഴുതാം? V2 റേസ് ടു ഗാമ മൈനസ് ഗാമ പ്ലസ് 1. അപ്പം ഗാമയും മൈനസ് ഗാമയും കട്ട് ചെയ്ത് പോകും. സോ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ? റേസ് ടു 1 മാത്രമേ ഉണ്ടാവുള്ളൂ. സോ V2 റേസ് ടു 1. ഇവിടെ ആണെങ്കിലും അതേ പ്രോസസ്സ് തന്നെയല്ലേ വരുന്നത്? V1 റേസ് ടു ഗാമ ഇൻറ്റു V1 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ V1 റേസ് ടു ഗാമ മൈനസ് ഗാമ പ്ലസ് 1. ഗാമയും മൈനസ് ഗാമയും കട്ട് ചെയ്ത് പോകും അല്ലേ? സോ അഗൈൻ V1 റേസ് ടു ഗാമ. സോ the work done W equal to 1 divided by 1 minus gamma into P2. ഇതെന്തായി മാറി? V2 raised to 1 അല്ലേ? സോ V2 minus P1 V1. ഈ ഇക്വേഷനെ ഞാൻ ചെറുതായിട്ടൊന്നുകൂടെ മാറ്റുകയാണ്. ഞാൻ ഇനീഷ്യൽ ആയിട്ടുള്ള കണ്ടീഷൻ ആദ്യം വരാൻ വേണ്ടി ഞാൻ ഇതൊന്ന് റിവേഴ്സ് ചെയ്യുന്നു. സോ ഇത് P1 V1 മൈനസ് P2 V2 ആകുമ്പോൾ ഞാനൊരു നെഗറ്റീവ് സൈൻ കോമൺ ആയിട്ട് ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുത്താൽ പോരെ? അങ്ങനെ ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ഈ ഡിനോമിനേറ്ററിനെ ഇൻ്റർചേഞ്ച് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു P1 V1 മൈനസ് P2 V2. എന്താ ചെയ്തതെന്ന് മനസ്സിലായോ? ഈ ഒരു ടേം ആക്കി മാറ്റാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് കോമൺ ആയിട്ടൊരു മൈനസ് പുറത്തേക്ക് എടുത്തു. അപ്പോൾ മൈനസ് പുറത്തേക്ക് എടുത്ത സമയത്ത് ആ മൈനസ് ആയിട്ട് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്ലസ് ആയിട്ട് തന്നെ കാണിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ആ മൈനസിനെ കൊണ്ട് ഇയാളെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം ഈ ഇയാളെ ഓർഡർ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം ഫസ്റ്റ് ടേമായിട്ട് മാറും, സൈൻ ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇനി നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിലൊക്കെ നമ്മൾ എടുക്കുന്നത് ഏതാണ്? ഐഡിയൽ ഗ്യാസുകളാണ്. എന്താ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോർ 1 മോൾ എന്ന് പറയുന്നത്? PV ഈക്വൽ ടു NRT എന്നാണ് N മോളിൻ്റെ കേസ് അല്ലേ? അപ്പോൾ 1 മോൾ ആണെങ്കിൽ PV ഈക്വൽ ടു RT. അപ്പം ഇനീഷ്യൽ വോളിയം V1 ആയതുകൊണ്ട് എനിക്ക് എഴുതാം P1 V1 ഈക്വൽ ടു RT1 ആ സമയത്തെ ടെമ്പറേച്ചർ, ആൻഡ് P2 V2 ഈക്വൽ ടു RT2. ദിസ് ഇസ് ഫോർ 1 മോൾ ഓഫ് ഐഡിയൽ ഗ്യാസ്. സോ P1 V1 P2 V2 നിങ്ങൾക്ക് ടെമ്പറേച്ചറിൻ്റെ ടേമിൽ വാല്യൂസ് കിട്ടിയില്ലേ? അപ്പോൾ ഈ വാല്യൂസ് എന്ത് ചെയ്യുക? ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം W ഈക്വൽ ടു 1 ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു P1 V1 വരാം RT1 മൈനസ് RT2. 6 കോമൺ ആണല്ലോ അല്ലേ? 6 കോമൺ ആയതുകൊണ്ട് W ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു T1 മൈനസ് T2. ഇതിപ്പം 1 മോൾ ഓഫ് ഐഡിയൽ ഗ്യാസിൻ്റെ കേസാണ് പറഞ്ഞത്. ഫോർ N മോൾ ആണെങ്കിലോ, ഫോർ N മോൾസ് ഓഫ് ഗ്യാസ് the work done during an adiabatic process will be W equal to NR divided by gamma minus 1 into T1 minus T2. Okay, ഇവിടെ R എന്താ? R is nothing but our universal gas constant. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഗ്യാസ്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിലെ ഗ്യാസ് ഏതാണ്, മോണോ ആറ്റോമിക് ആണോ ഡയറ്റോമിക് ആണോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗാമേൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി എത്ര മോൾ ഉണ്ടെന്ന് അറിയണമെങ്കിൽ എന്നിൻ്റെ വാല്യൂ നമുക്ക് അറിഞ്ഞാൽ മതി. പിന്നെ T1 T2 ടെമ്പറേച്ചറുകളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോഴും കെൽവിനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ആൻഡ് R is the universal gas constant. So this is the work done during an adiabatic process. നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ ഐസോബാറിക് പ്രോസസ്സാണ്.
ഐസോബാറിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താ? പ്രഷർ റിമൈൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ അവിടെ വോളിയം ചേഞ്ച് ഉണ്ടാവുക അല്ലേ. സോ പ്രഷർ റിമൈൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ദ വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ ക്വാസിസ്റ്റാറ്റിക് പ്രോസസ്സിൻ്റെ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താ? വർക്ക് ഡൺ W ഈക്വൽ ടു ഇൻറ്റഗ്രൽ V1 to V2 PdV. ഓക്കെ, ഐസോബാറിക് അല്ലേ, പ്രഷർ കോൺസ്റ്റന്റ് അല്ലേ, സോ ഐ ക്യാൻ ടേക്ക് പ്രഷർ ഔട്ട്സൈഡ് ദ ഇൻറ്റഗ്രൽ. സോ W ഈക്വൽ ടു P ഇൻറ്റു ഇൻറ്റഗ്രൽ V1 to V2 dV. ആൻഡ് ഇൻറ്റഗ്രൽ V1 to V2 dV എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് V lower limit V1 upper limit V2. So P into V upper limit V2 lower limit V1, this is equal to W equal to P into V2 minus V1. Limit apply ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? V2 minus V1. So this is the work done during an isobaric process. ഐസോബാറിക് പ്രോസസ്സിൻ്റെ കേസിൽ ഒന്നുമില്ല, പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം ചേഞ്ച് ചെയ്യാൽ P ഡെൽറ്റ V ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? We will get the work done. And the last isocoric process, ലാസ്റ്റ് quasi-static process നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് isocoric process ആണ്. സോ വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ isocoric process. എന്താ isocoric പ്രോസസ്സിൻ്റെ പ്രത്യേകത? വോളിയം റിമൈൻസ് കോൺസ്റ്റന്റ് അല്ലേ. സോ വോളിയം റിമൈൻസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ഇല്ല. സോ നമുക്ക് പറയാം dV ഈക്വൽ ടു 0. dV എന്ന് പറഞ്ഞാൽ ചെറിയ ചേഞ്ച് ഇൻ വോളിയാണ്. ഐസോകോറിക് ആകുമ്പോൾ ചെറിയ ചേഞ്ച് പോലും ഉണ്ടാവില്ല അല്ലേ. സോ dV ഈക്വൽ ടു 0. ദെൻ from our general equation W equal to integral V1 to V2 P dV. ഇവിടെ dV തന്നെ 0 ആയി കഴിഞ്ഞാൽ this integral will be 0. So W equal to 0. എന്താ അതിൻ്റെ മീനിങ്? ഡ്യൂറിങ് ആൻ ഐസോകോറിക് പ്രോസസ് വർക്ക് ഡൺ ഈസ് 0. അതായത് ഐസോ തെർമൽ പ്രോസസ് ആണെങ്കിലും ഐസോബാറിക് പ്രോസസ് ആണെങ്കിലും അഡാബാറ്റിക് പ്രോസസ് ആണെങ്കിലും നമുക്ക് വർക്ക് ഡൺ ഉണ്ട്. പക്ഷേ ഐസോകോറിക് പ്രോസസ് ആവുന്ന സമയത്ത് വർക്ക് ഡൺ എന്താണ്? 0 ആണ്. ക്ലിയർ? അപ്പം ഐസോ തെർമൽ പ്രോസസ്സിൻ്റെ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. അഡാബാറ്റിക്കിൻ്റെ പഠിച്ചു വെക്കണം. പിന്നെ ഐസോബാറിക് പ്രശ്നമില്ല, ജനറലാണ് P ഡെൽറ്റ. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഐസോ തെർമലിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. Calculate the work done when 1 gram mole of an ideal gas expands isothermally at 27 degrees Celsius to double its original volume. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ടാക്കിൾ ചെയ്യേണ്ട മെത്തേഡ് നിങ്ങൾക്ക് അറിയാം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഗിവൺ ആയിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് ഗിവൺ, അത് നിങ്ങൾ ആദ്യം ഒന്ന് എടുത്തെഴുതാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ടെമ്പറേച്ചർ തന്നിട്ടില്ലേ. ടെമ്പറേച്ചർ എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ എപ്പോഴും SI യൂണിറ്റിലേക്ക് നമ്മൾ ആദ്യം കൺവേർട്ട് ചെയ്യുക. SI യൂണിറ്റ് ഫോർ ടെമ്പറേച്ചർ എത്രയാണ്? കെൽവിൻ ആണ് അല്ലേ. സോ 27 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയായി? 273 + 27 ദാറ്റ് ഈസ് ഈക്വൽ ടു 300 കെൽവിൻ. സെക്കൻഡ്, വേറെ എന്താ തന്നിട്ടുള്ളത്? വോളിയത്തിൻ്റെ റിലേഷൻ തന്നിട്ടുണ്ട്. ഫൈനൽ വോളിയം എക്സ്പാൻഡ് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫൈനൽ വോളിയം തന്നിട്ട് ഡബിൾ ഇറ്റ്സ് ഒറിജിനൽ വോളിയം. അപ്പോൾ ഇനീഷ്യൽ വോളിയത്തിൻ്റെ ഡബിൾ ആണ് ഫൈനൽ വോളിയം. സോ ഫൈനൽ വോളിയം V2 ആണെങ്കിൽ V2 ഈക്വൽ ടു 2V1. V1 ഈസ് ദ ഇനീഷ്യൽ വോളിയം. ഇനി വേറെ ആരെയും തന്നിട്ടുണ്ടോ? വേറെ ആരെയും തന്നിട്ടില്ലെങ്കിലും നമുക്കറിയണം യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് R. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ എന്താ? 8.3 ജൂൾ പെർ കെൽവിൻ പെർ മോൾ അല്ലേ, അല്ലെങ്കിൽ ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്, അതാണ് അതിൻ്റെ യൂണിറ്റ്. സോ R ഈക്വൽ ടു 8.3 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. ഇനി എന്താണ് നമ്മളെ ഐസോ തെർമൽ പ്രോസസ്സ്? കാരണം ഇവിടെ ഐസോ തെർമലി എന്ന് പറഞ്ഞിട്ടില്ലേ, ഐസോ തെർമൽ പ്രോസസ്സിലെ വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലോഗരിതം ടു ബേസ് എക്സ്പോണൻ്റ് എടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലോഗരിതം ടു ദ ബേസ് 10 എടുത്തിട്ട് ചെയ്യാം. ഞാൻ ഇവിടെ 10 എടുത്തിട്ടാണ് ചെയ്യുന്നത്. സോ വർക്ക് ഡൺ ഈക്വൽ ടു 2.303 nRT ആണ് വേണ്ടത്. പക്ഷേ ഇവിടെ 1 gram മോൾ പറഞ്ഞതുകൊണ്ട് എന്താണ് 1 മോൾ എടുത്താൽ മതി. സോ 2.303 RT log to the base 10 V2 by V1. ആൻഡ് V2 നമുക്കറിയാം 2V1 ആണല്ലേ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 2.303 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 8.3 ഇൻറ്റു ടെമ്പറേച്ചർ ഇൻ കെൽവിൻ 300 ഇൻറ്റു ലോഗ് ടു ദ ബേസ് 10 V2 ഈക്വൽ ടു 2V1. സോ 2V1 by V1. അപ്പോൾ V1 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് ടു ദ ബേസ് 10 2. ലോഗ് ടു ദ ബേസ് 10 2ൻ്റെ വാല്യൂ എത്രയാണ്? 0.3010 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് ആൻ ആൻസർ 1726 ജൂൾ. അതായത് 1726 ജൂൾ അല്ലെങ്കിൽ 1.726 കിലോ ജൂൾ. So this much work will done when an gas expand isothermally at a temperature 27 degrees Celsius to double its volume. Okay.